ഡിസ്ചാർജ് ആവും ആശുപത്രിയിൽ നിന്ന്. കുറവുണ്ട്, എല്ലാം കുറഞ്ഞു. എങ്ങനെയും ഒരു 12 മണി 12:30 മണിയാവും. അപ്പോഴത്തേക്കെല്ലാം ഇറങ്ങും. നിസാരം ഒരു തൊണ്ടവേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റില്ല, ദൈവമേ. അങ്ങനെ എൻ്റെ മൂത്ത മോളാണ് ഇന്നലെ രാത്രി ഇരുന്നു. ഇന്ന് അവൾ ലീവ് എടുത്ത് അവളിരിക്കുന്നു. ഇന്നലെ രാത്രി അവൾ ഇരുന്നു, ഇന്നലെ രാവിലെ. എൻ്റെ അമ്മ രോഗിയെ നോക്കാൻ വന്നിട്ട് വന്ന് കിടക്കും. രോഗിയെ നോക്കാൻ വന്നിട്ട് കട്ടിയിൽ കിടക്കും. എല്ലാവരും പറഞ്ഞു ഞാൻ ഒരുപാട് ഉണങ്ങിപ്പോയി, കിഴക്കൊക്കെ ഒരുപാട് ഉണങ്ങിപ്പോയായിരുന്നു. പല്ല് വേദന വന്നിരുന്നു. ഇപ്പോൾ കഴിച്ച് ഭയങ്കര വേദനയുണ്ട്. അച്ഛൻ്റെ ഇടയിലൊരു മാച്ചാണ് ചേട്ടാ എനിക്ക്. അവിടെ ഇരിക്കണ ഫോട്ടോ എടുത്താണ് ചാവുമ്പോ ഒറ്റയ്ക്കുള്ളത് കേട്ടാ. ആ ഫോട്ടോ എടുക്കാവ്, നല്ല ഫോട്ടോ ഉണ്ട്. എൻ്റെ അമ്മയാണ് ഇരിക്കണത്. ഞാൻ ബി ആർ ആശുപത്രി കിടക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറെ വാർഡെന്നൊന്നും പറഞ്ഞില്ല. അവർ അന്വേഷിച്ച് എൻ്റെ അടുത്ത് ഇവിടെ വന്നതായിരിക്കണം. അതാണ് അമ്മ എന്ന് പറയണത്. എത്ര നമ്മൾ പറഞ്ഞാലും അമ്മയും അമ്മ തന്നെ. ഇതാണ് അമ്മ ആയിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിച്ചോന്ന് ചെവി കേൾക്കണവർക്കും കണ്ണ് കാണുന്നവർക്ക് പോലും അന്വേഷിച്ച് വരാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്ത് ചെവി കേട്ടുകൂടെ കണ്ണും കണ്ടുകൂടാത്തവർ കറക്റ്റായിട്ട് അന്വേഷിച്ചു വന്നു. എനിക്ക് തന്നെ അതിശയമായിപ്പോൾ ഇവരെങ്ങനെ എന്നെ അന്വേഷിക്കാൻ വന്നെന്ന്. പറഞ്ഞതേ ഉള്ളൂ PRFലൊന്നും. അവരെങ്ങനെ വന്നോ എന്തോ. എന്നെ കൊണ്ട് പോലും പറ്റൂല ഇങ്ങനെ അന്വേഷിച്ച് പോവാൻ. എങ്ങനെ കണ്ടുപിടിച്ച് റൂം എങ്ങനെ കണ്ടുപിടിച്ച? ആശുപത്രിയിലെ റൂം എങ്ങനെ കണ്ടുപിടിച്ച? ഇതേ അമ്മ കാതികള് പനിയായിട്ട് ഇവിടെ കിടന്നില്ലേ, ഇതെങ്ങനെ റൂം ആര് പറഞ്ഞു നീ കിടക്കണമെന്ന്? ഞാൻ താനെ വന്ന് അതിനെവിടെ എങ്ങനെ മനസ്സിലായി? രണ്ടാമത്തെ നിലയിലേക്ക് എങ്ങനെ കയറി? നേഴ്സിൻ്റെ അടുത്ത് കേട്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എൻ്റെ മോള് കീര പനിയും തൊണ്ടാവും പറ. അപ്പൊ മുക്കിൽ നോക്കിയപ്പോ 2 പിന്നെന്താ വെച്ച